Hi everyone, welcome to Prerna. So this is in fact a continuation of what we discussed yesterday. We are going to discuss deep about the geographical discoveries. Yesterday I had given you an introduction. So I'll be discussing the geographical discoveries of the 15th and 16th centuries in two parts. Today in this class I'll be discussing part 1, and you have to please have in mind that in this class, that is part 1, I'll be discussing mainly about the conquest and the colonization process adopted by Spain and Portugal, who were the forerunners as far as geographical exploration was concerned. So let us discuss about what they did. So in the next slide, I've given you this image to make you understand how there was a movement from, you can see at the top, it was, if you locate these places in the map of the world, you would know that is these places are Spain, Portugal. Okay, you can see red lines starting, ships moving from that those particular areas to the New World. You can see them crossing the Cape of Good Hope. Okay, ships moving, and you can also see a person with the flag. Okay, just to give that feeling that they were trying to establish their own flags wherever they went. I mean here in this class mainly Spain and Portugal. Okay, in the next slide you can see again how in violet how there were in different years how many travelers had moved to the New World mainly, and also how they had covered the Cape of Good Hope. So this is a map which is very important for you from the exam point of view, because sometimes you would be asked to trace the route of Magellan, Ferdinand Magellan, or you would be asked to find the places founded by Cabral. Okay, that could be the questions which you can expect for the university exam. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ മാപ്പ് നമുക്ക് വീണ്ടും പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതാണ് ഈ പ്രധാനമായിട്ടും ഈ ഒരു മാപ്പിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് us first take the Portuguese. അവരാണ് ശരിക്കും തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ലിങ്ക് ചെയ്യണം കേട്ടോ. എല്ലാത്തിലും റെനസാൻസും റെഫർമേഷനും കാര്യങ്ങളൊക്കെ തന്നെ കണക്റ്റഡ് ആണ്. അപ്പം you can see how there were powerful monarchs, very powerful monarchs who were there, who in fact wanted to make their nations the best. They wanted to make their nations national powers. And you have here Prince Henry of Portugal. ഇദ്ദേഹം ഹെൻറി എന്നാണ് പേര്. ഇത് പോർച്ചുഗലിലെ രാജാവാണ് കേട്ടോ. ഇനി ഇംഗ്ലണ്ട് പഠിക്കുമ്പോൾ വേറെ ഹെൻറി ഉണ്ട്, പക്ഷെ ഇത് പോർച്ചുഗലിലെ രാജാവാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കുക, ദാറ്റ് ഇസ് 1393 to 1450. സിൻസ് ഹി വാസ് എ പേഴ്സൺ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ട്രാവൽ, ഹി ഹാഡ് എ ടൈറ്റിൽ ടു നാവിഗേറ്റർ. ആ പേര് നിങ്ങൾക്ക് ഇപ്പോൾ ഫെമിലിയർ ആയിരിക്കും, കാരണം ഫോണിലൊക്കെ നമുക്ക് ആപ്പ് ഉണ്ട് നാവിഗേഷൻ കാണിക്കുക, ദാറ്റ് പെർട്ടിക്കുലർ ആപ്പ് ദാറ്റ് ഷോസ് ഇസ് എ വേ, GPS ഒക്കെ പോലെ. അപ്പം നാവി വഴി കാട്ടി എന്നുള്ള മീനിങ്. അപ്പം ഇദ്ദേഹം എന്തുകൊണ്ടാണ്, വൈ വാസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ ട്രാവൽ? ഹി വാസ് ഇൻ ഫാക്ട് വെരി മച്ച് എക്സൈറ്റഡ് ബൈ ദ വോയേജസ് ഓഫ് മാർക്കോ പോളോ എന്ന് പറയുന്ന സഞ്ചാരിയുടെ വിവരണങ്ങളെ പറ്റിയിട്ട് കേട്ടപ്പോൾ ഹി വാസ് സോ മച്ച് ഇൻസ്പയർഡ് അബൌട്ട് വാട്ട് വുഡ് ബി ദെയർ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതാണ് ഒരു റീസൺ. ഹെൻറിൻ്റെ വേറെ പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുമ്പം ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ റിലീജിയസ് കൺവേർഷൻ, മതപരിവർത്തനത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കുറെ കൂടെ ആൾക്കാരെ കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ടു മേക്ക് പോർച്ചുഗൽ ഗ്ലോബൽ പവർ ഓർ നാഷണൽ പവർ എന്നുള്ള അന്നത്തെ കാഴ്ചപ്പാട്. ഓക്കെ, അടുത്ത സൈഡിലേക്ക് പോവാം. അപ്പം ഈ പോർച്ചുഗീസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹെൻറിയുടെ നേതൃത്വത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ദേ ഡിസ്കവേർഡ് ദ അറ്റ്ലാന്റിക് ഐലൻഡ്സ്. 3 പേര് ഓർക്കുക കേട്ടോ, അതിൻ്റെ മാപ്പ് കഴിഞ്ഞാൽ കാണിക്കും. എസോർസ്, മദീറ, കാനറീസ്. എന്തൊക്കെയാണ്? എസോർസ്, മദീറ, കാനറീസ്. 3 ഐലൻഡ്സ് ആണ്.
അതാ ഈ ഒരു മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 3. എന്നിട്ട് ഞാൻ ആദ്യത്തെ സൈഡിലേക്ക് തിരിച്ചു വരും കേട്ടോ. അപ്പം ഈ ഐലൻഡ്സിന്റെ പേര് കണ്ടോ, ചെറിയ ചെറിയ ഐലൻഡ്സ് ആണ്, ദ്വീപുകൾ, എസോർസ് ആണ്. അപ്പം ഇത് എവിടെയാണുള്ളത്? നമ്മൾ യൂറോപ്പിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് ഓഷ്യനിൽ പോർച്ചുഗൽ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, പോർച്ചുഗലിന്റെ അടുത്തായിട്ട് കുറച്ച് വിട്ടിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 3 ഐലൻഡ്സ് ഉണ്ട്. അപ്പൊ അതാണ് ആദ്യമായിട്ട് പോയി കണ്ടുപിടിക്കുന്നത് ആര്? ഹെൻറിയുടെ. എസോർസ്, മദീറ, കാനറി. ആദ്യത്തെ സ്ലൈഡിലേക്ക് നമുക്ക് തിരിച്ചു പോകാം, മുന്നത്തെ സ്ലൈഡിലേക്ക്. അപ്പം ഇതാണ് അവർ ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം 1472 ആവുമ്പോഴേക്കും ദേ ഹാഡ് റീച്ച് ദ ആഫ്രിക്കൻ ബൾജ്. അത് പിന്നെ കാണിക്കും. ആഫ്രിക്കൻ ബൾജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫ്രിക്ക ആലോചിക്കുക, മനസ്സിലാവും. അപ്പൊ അതിന് അറ്റത്ത് ഒരു ടിപ്പ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ഉരുണ്ട് നിൽക്കുന്ന ബൾജ് എന്ന് പറഞ്ഞാൽ മുഴച്ചു നിൽക്കുന്ന ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ 1488 ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹമാണ് ഈ മുനമ്പിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പേരിടുന്നത്, ബർത്തലോമിയോ ഡയസ്. അപ്പം ഇദ്ദേഹം എന്താ വെച്ചാൽ ഹി വാസ് ബ്ലോൺ അവേ ബൈ ദ വിൻഡ്. ഓക്കെ, കാറ്റടിച്ച് കൊണ്ടുപോകണം. അദ്ദേഹത്തിന് ഒരുപക്ഷെ ആഗ്രഹം ഉണ്ടായിരിക്കും കണ്ടുപിടിക്കണം, പക്ഷെ കാറ്റടിച്ചിട്ട് ഹി മേഡ് ഇംപോസിബിൾ ടു റൗണ്ട്, അല്ലെങ്കിൽ ചുറ്റാൻ. എന്തിനെ ചുറ്റാൻ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനെ ചുറ്റാൻ. അതാണ് അദ്ദേഹത്തിന്റെ പറ്റിയ ബർത്തലോമിയോ ഡയസ്. അപ്പം നേരത്തെ കാണിച്ചതാണ് നിങ്ങൾക്ക് ഐസോർസ്, മദീറ ആൻഡ് കാനറി. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ആളാണ്, ദാറ്റ് ഈസ് വാസ്കോ ഡ ഗാമ. പറയുന്ന ആവശ്യമില്ല. വി നോ ലൈക്ക് ഹി കെയിം ടു ഇന്ത്യ. അപ്പൊ അതിനു മുന്നേ തന്നെ അദ്ദേഹം ഈ ബർത്തലോമിയോ ഡയസിന്റെ പാതയാണ് പിന്തുടരുന്നത്. ബിക്കോസ് ദേ ഓൾസോ വാണ്ടഡ് എ ന്യൂ ട്രേഡ് റൂട്ട്. അങ്ങനെ they came into contact with Vasco da Gama and his team. Okay, they came into contact with a set of Arab traders, Muslim traders ആയിട്ട്. അവരാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. അപ്പം നമുക്ക് കേരളത്തിലെ സാഹചര്യം നോക്കിയാൽ അന്ന് ശരിക്കും പറഞ്ഞാൽ സാമൂതിരിനെ പ്രധാനമായിട്ടും ട്രേഡിൽ പങ്കാളികൾ അറാബ്സ് ആയിരുന്നു. ഓക്കെ, അറാബ്സിനെ പിന്നെ സാമൂതിരി ഒഴിവാക്കുകയും പോർച്ചുഗൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആ സ്ഥാനം നേടുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്ര നീണ്ട വോയേജ് ആണെന്ന് നോക്കുക, എത്ര നീണ്ട യാത്രയാണ്. 10 months and 14 days. ലിസ്ബൺ എന്ന ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗൽ. എല്ലാ മാപ്പും നോക്കിയാൽ നമ്മൾ പ്രധാനമായിട്ട് സ്പെയിൻ, പോർച്ചുഗൽ എന്നാണ് കാണാൻ പറ്റുക. അപ്പോൾ 14 days, 10 months and 14 days ഫ്രം പോർച്ചുഗൽ ഹി ഹാഡ് ടേക്കൺ ടു റീച്ച് ഇന്ത്യ. 10 മാസം ഇങ്ങനെ ഷിപ്പിൽ കിടക്കുകയാണ്, സമുദ്രത്തിൽ കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇദ്ദേഹം ഒരു പുതിയ റൂട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഡയസ് പറഞ്ഞ കേപ്പ് ഓഫ് ഗുഡ്. ആ റെഡിന്റെ അറ്റത്ത് കണ്ടോ, അടിയിൽ നോക്കുക നിങ്ങൾക്ക് കാണാം. ആഫ്രിക്കയുടെ മുനമ്പിന്റെ അടിയിൽ പ്രതീക്ഷയുടെ മുനമ്പ് നടുകൊണ്ടാണ് അതിന് എന്ത് പേര്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. പ്രതീക്ഷയാണ്, അപ്പുറത്തേക്ക് പോകാമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പൊ എവിടെ നിന്നാ വരുന്നത് നോക്കൂ. പോർച്ചുഗൽ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി, പിന്നെ ആ പഴിച്ച് കടന്നു, പിന്നെ നേരെ വന്നു, പിന്നെ അടിയിലേക്ക് എത്തുമ്പോൾ റീച്ച് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. പിന്നെ അവിടെ നിന്ന് ചുറ്റിയിട്ട് ഇന്ത്യയുടെ അടിയിലേക്ക് കാപ്പാടിലേക്ക്, അവിടേക്ക് നമ്മുടെ ഇന്ത്യൻ സൗത്ത് ഉണ്ട്, കേരള ഭാഗത്തേക്കാണ് ആ ലൈൻ പോകുന്നത്. അങ്ങനെയാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വാസ്കോ ഡ ഗാമ. ഇനി മറ്റുള്ള എക്സ്കവേഷൻസ് എന്തായിരുന്നു? 1500 പെഡ്രോ കെബ്രാൾ. പേര് പെഡ്രോ കെബ്രാൾ. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് അഗൈൻ ബ്ലോൺ ബൈ എ വിൻഡ്. എന്നിട്ട് അവരെത്തുന്ന ആ പ്രദേശം ബ്രസീലാണ്. അങ്ങനെ ബ്രസീൽ അവരാദ്യമേ കണ്ടുപിടിക്കുന്ന, ആരെ കണ്ടുപിടിക്കുന്ന? കെബ്രാൾ, പോർച്ചുഗൽ രാജ്യം. ഓക്കെ, ഇനി ഓർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ട്രീറ്റിയാണ്. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടത് സ്പെയിനും കൂടെ രംഗത്തുണ്ട്. അപ്പൊ സ്പെയിനും ഉണ്ട്, പോർച്ചുഗൽ ഓർക്കുക. സ്പെയിൻ, അതുകൊണ്ടാണ് മിസ് ഇവിടെ കൊടുത്തത് സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ, സ്പെയിൻ ക്ലാഷിങ് വിത്ത് പോർച്ചുഗൽ നിലവിൽ. അപ്പൊ ഇവര് തമ്മിൽ വടംവലി. അപ്പൊ ഇവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പ് അലക്സാണ്ടർ 6th, ഓക്കെ, ഈ കെയിം അപ്പ് വിത്ത് എൻ ഐഡിയ ഇൻ 1493. എന്നിട്ട് ഒരു ഇമാജിനറി ലൈന് വരയ്ക്കണം. ആ ലൈൻ ഞാൻ കാണിച്ചു തരാം അടുത്ത സ്ലൈഡിൽ. ഇറ്റ് വിൽ കം ബാക്ക് ടു ദ, ഇവിടെ നോക്കൂ ഈ സ്ലൈഡിൽ. ഇതാണ് ട്രീറ്റി ഓഫ് ടോർഡസിലസ്. ഒരു ഇമാജിനറി ലൈൻ ആട്ടോ. ഗ്ലോബ് കണ്ടിട്ട് ഇങ്ങനെ ലൈനൊന്നുമില്ല, ഒരു ഇമാജിനറി ലൈൻ, വയലറ്റ് കളറിൽ ലൈൻ കാണാം. ആ ലൈനിന്റെ ഈ ഭാഗത്ത് റെഡ് ഭാഗം അത് സ്പെയിനും, അതിന്റെ ഈ ഭാഗത്ത് ബ്ലൂ ആയിട്ടുള്ള ഭാഗം പോർച്ചുഗലിനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ട്രീറ്റിന്റെ പേര് ട്രീറ്റി ഓഫ് ടോർഡസിലസ് ആണ്. അപ്പൊ ആ ഒരു ഇത് വരുന്നത് കൊണ്ട് നോക്കൂ, പോർച്ചുഗൽ ആരുടെ കൈവശം വരുന്നു? സോറി, ബ്രസീൽ എന്ന് പറയുന്നത് നീല കളറാണ്. ബ്രസീൽ ആരുടെ കൈവശം വരുന്നു? പോർച്ചുഗലിന്റെ കൈവശം വരികയാണ്.
കണ്ടുപിടിച്ചതാണെങ്കിലും പിന്നെ തർക്കം ഉണ്ടായി. പക്ഷേ ഈ ഒരു ട്രീറ്റ് പ്രകാരം കൃത്യമായിട്ടും ബ്രസീൽ പോർച്ചുഗലിന്റെ കൈവശമായിരുന്നു. ഒരു പ്രധാനമായ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, ഈ ഒരു സൗത്തിൽ കാണുന്ന നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക നിങ്ങൾക്ക് ഇവിടെ കാണാം. ലാറ്റിൻ അമേരിക്ക ആയ ആ ഭാഗമാണ് നമ്മൾ ഈ റെഡ് പ്രധാനമായിട്ടും കാണുന്നത്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഓർക്കേണ്ടത് ബ്രസീൽ ഒഴിച്ച് ബാക്കിയൊക്കെ സ്പെയിനിന്റെ കൺട്രോളിലാണ്. കുറേ പല രാജ്യങ്ങളുണ്ട്, ഗോട്ടമല, പെറു, മെക്സിക്കോ, അതൊക്കെ സ്പെയിനിന്റെ കൈവശമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോളനി ബ്രസീൽ, അത് മാത്രം പോർച്ചുഗലിന്റെ കൈവശമാണ്. അത് എന്തുകൊണ്ട്? ട്രീറ്റി ഓഫ് ടോർഡസിലസ് കൊണ്ടാണ്. ഓക്കെ, അടുത്ത സൈഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എന്താ പറയേണ്ടത്, ഈ ട്രീറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗൽ നേടിയെടുത്താണ്. പോപ്പിനെ പറഞ്ഞു പ്രഷറൈസ് കുറച്ച് അങ്ങോട്ട് നീക്കി 270 ലീഗ്സ് ഫർദർ, അങ്ങനെയാണ് അവർക്ക് ശരിക്കും ഫുൾ കൺട്രോൾ ബ്രസീലിന്റെ കൈവശം കിട്ടുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോൾ വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. ആ ഒരു പ്രദേശത്ത് ബ്രസീൽ പോർച്ചുഗലിന്റെ കയ്യിലും ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും സ്പെയിനിന്റെ കയ്യിലേക്കും പോകും. സ്പെയിനിന്റെ ഡിസ്കവറീസ് വിൽ ഡിസ്കസ് ലേറ്റർ. നൗ വി ഡിസ്കസിങ് പോർച്ചുഗീസ് ഡിസ്കവറീസ്. അതിന്റെ ഇടയ്ക്കുള്ള ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ടോർഡസിലസ് 1492. ഓക്കെ, അടുത്ത സ്ലൈഡ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ലൈഡാണ്. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇനി അവരുടെ പ്രധാനമായിട്ടും പോർച്ചുഗൽ ശ്രമിച്ചിരുന്നത് വേറെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ അവർ കോൺസെൻട്രേറ്റ്, പിന്നെ ഫാർ ഈസ്റ്റ്. അപ്പം അവർ എന്താ പറയുക, ദേ ടുക്ക് ദ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ കൺട്രോള്. ദേ ടുക്ക് ഇറ്റ് ഫ്രം ദ മുസ്ലിംസ്, ദേ ഹാഡ് കൺട്രോൾ. പിന്നെ ഈ ഒരു പേര് ഓർക്കണം, അൽഫോൻസോ ദെ ആൽബുക്കുർക്ക്. അൽഫോൻസോ ദെ ആൽബുക്കുർക്ക് എന്ന് പറയുന്ന പോർച്ചുഗീസ് ലീഡർ അല്ലെങ്കിൽ നേതാവ്, അദ്ദേഹമാണ് ഗോവ ക്യാപിറ്റൽ ആക്കുന്നത് ഓഫ് ദ പോർച്ചുഗീസ് ഹോൾഡിങ്സ്. ഓക്കെ, ഗോവ ബിക്കെയിം ദ ക്യാപിറ്റൽ. അവർക്ക് ചൈനയിലേക്കും സൗത്ത് ഈസ്റ്റിലേക്കും താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ മെക്കാവോ എന്ന് പറയുന്ന പ്രദേശത്ത് അവർക്ക് അവരുടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. ജപ്പാൻ എത്തുന്നത് 1542-ലാണ്. ഇങ്ങനെ പല ചെറുതായിട്ട് പോർച്ചുഗൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അടുത്ത നോക്കാം. സോ യു കെൻ സീ ദാറ്റ് പോർച്ചുഗീസ് എംപയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് by this time. It was not an empire of settlement. എന്ന് പറഞ്ഞാൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുള്ള ഒരു അവസ്ഥയായിരുന്നില്ല. ഇറ്റ് വാസ് എ ട്രേഡിംഗ് എംപയർ. Their interest was mainly in trade. അപ്പോൾ അത് ചെയ്തതെന്ന് വെച്ചാൽ they established factories. Okay, they have a series of ports which were known as factories were established. They used to store goods mainly. അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് വരുന്ന ഗുഡ്സ് ഒക്കെ അവരവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ they supplied, അപ്പം finished products were supplied by the mother country, ഇവിടെ പോർച്ചുഗലാണ്, to the colonies. Okay, അപ്പോൾ mother country became the supplier of finished products. Okay, colonies became the supplier of raw materials. Okay, raw material എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരും, സ്പൈസ്, സിൽക്ക്, പല സംഭവങ്ങളും അതിനകത്ത് എന്താ പറയുക, സ്പൈസസ് ആണ് മെയിനായിട്ട് വരുന്ന റോ മെറ്റീരിയലാണ്. പിന്നെ കോട്ടൺ ഉണ്ട് റോ മെറ്റീരിയൽസ്. കോളനീസ് റോ മെറ്റീരിയൽ കൊടുക്കാൻ തുടങ്ങി. അത് മാത്രമല്ല ഗോൾഡും സിൽവറും പിന്നെ സിൽക്കും ആ കാര്യങ്ങളൊക്കെ അവർ എടുക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെ വേറെ ലാസ്റ്റ് പോയിന്റ്, ഫോറിനേഴ്സ് വെർ എക്സെംപ്റ്റഡ് ഫ്രം ട്രേഡ് എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ ഫോറിനർ? പോർച്ചുഗലും ഒരു കോളനിയും തമ്മിലുള്ള ട്രേഡിൽ സ്പെയിനെ അവർ അടുപ്പിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരെയോ ബ്രിട്ടീഷുകാരെയോ അടുപ്പിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് ആ ഒരു ലൈനിന്റെ അർത്ഥം. ഫോറിനേഴ്സ് വെർ എക്സെംപ്റ്റഡ് ഫ്രം ട്രേഡ്. ഓക്കെ, ഇനി അടുത്തത് പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ when they tried to expand the colonial empire, there was a kind of trading policy which they followed. That is known as mercantilism. MERCANTILIS. Mercantilism എന്ന് പറയുന്നത് it was an economic philosophy. അതിന്റെ ഉദ്ദേശം എന്താണ്? മാക്സിമൈസ് എക്സ്പോർട്സ്. ഇപ്പം ഞാൻ പോർച്ചുഗലാണെങ്കിൽ, ഓക്കെ, ഞാൻ പോർച്ചുഗലിലെ രാജാവാണ്, എൻ്റെ രാജ്യം പോർച്ചുഗലാണെങ്കിൽ എൻ്റെ താല്പര്യം എന്തായിരിക്കും? മാക്സിമം എക്സ്പോർട്സ് കൊടുക്കുക ആൻഡ് നോട്ട് ടു ഇമ്പോർട്ട്. അധികം ഉള്ളോട്ട് എടുക്കരുത്, മാക്സിമം കൊടുക്കുക. അപ്പം ഒരു ബാലൻസ് ഓഫ് ട്രേഡ്, ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് വരും. അതിനാണ് ശ്രമിക്കുന്നത്. സോ യു ക്യാൻ സീ ഹൗ അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ചാർജ് ഹൈ ടാരിഫ്സ് ഓവർ ദ കമോഡിറ്റീസ്. They gave subsidies to their traders. You can also see in mercantilist setup, each and every country in those days tried to assess their economic power in the basis of the amount of gold and silver they possessed. Hard metal, gold എത്രയുണ്ട്, സിൽവർ എത്രയുണ്ട്, വിച്ച് കൺട്രി പൊസസ് മാക്സിമം ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോൾ അതാണ് അവരുടെ ഒരു പ്രധാന മെത്തേഡായിരുന്നത്, പ്രധാനപ്പെട്ട മെത്തേഡായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത് മെർക്കന്റിലിസം.
അപ്പോൾ അടുത്തൊരു സ്ലൈഡ് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു കാർട്ടൂണാണ് ഇത് ശരിക്കും. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഇരിക്കുന്ന അത് സുഖമായിരിക്കുന്ന ഒരു പ്രിൻസസ് ക്വീനെ പോലെയുള്ളത് മദർ കൺട്രിയാണ്. ഇവിടെ പോർച്ചുഗൽ എന്ന് ആലോചിക്കുക. പിന്നെ 3 ലേഡീസ് ഇൻ വെയിറ്റിംഗ്, തോഴിമാരെ പോലെയുള്ളവർ കോളനീസാണ്. അപ്പം എന്തൊക്കെയാണ് കോളനീസ് കൊടുക്കുന്നത്? ഗോൾഡ് ആൻഡ് സിൽവർ ഉണ്ട്, ഫുഡ് സ്റ്റഫ് ഉണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്. ഇവരിങ്ങനെ തടിച്ചു കൊഴുത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവരെ സെർവ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മെർക്കന്റലിസ്റ്റ് ആർഗ്യുമെന്റ് ഓഫ് കൊളോണിയൽ എക്സ്പാൻഷൻ, വെരി ബ്യൂട്ടിഫുൾ കാർട്ടൂൺ ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെരി മച്ച്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അവർ ചെയ്തത് പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ they did not want actually a very huge land force. കാരണം it was very easy for them to subdue the inhabitants, but they wanted a huge navy, especially to deal the pirates. കാരണം ഗോൾഡൊക്കെ കടത്തി കൊണ്ടുവന്നും കടൽ കൊള്ളക്കാർ ഇപ്പം സ്പെയിൻ്റെ ആയിരിക്കും. അപ്പോൾ അവരെയൊക്കെ തുരത്തണമെങ്കിൽ നേവി വേണം. ദേ ബിൽറ്റ് എ ഹ്യൂജ് നേവി. പിന്നെ അവർ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ അറ്റംപ്റ്റഡ് പ്രോസിലിറ്റൈസേഷൻ എന്ന ടേം നോക്കുക. ഇറ്റ് ഈസ് മതപരിവർത്തനം, റിലീജിയസ് കൺവേർഷൻ. അങ്ങനെ പോർച്ചുഗൽ വളർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത്, ഞാൻ ആ ലാസ്റ്റ് പോയിന്റ് ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, സ്പെയിനും ബാക്കി ഫ്രാൻസും ഡച്ചുകാരും ഒക്കെ വരുമ്പോഴേക്കും ഗ്രാജുവലി ദേ ലോസ്റ്റ് ദെയർ ഗ്രൗണ്ട് ഓർ കൺട്രോൾ എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇത്രയുമാണ് പോർച്ചുഗലിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്പെയിനിനെ പറ്റിയിട്ടാണ്. സ്പാനിയാർഡ്സ്. അപ്പോൾ അവരും പെട്ടെന്ന് തന്നെ രംഗത്തേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം പോർച്ചുഗൽ, തൊട്ട് പിന്നാലെ സ്പെയിൻ വരികയാണ്. അപ്പോൾ പോർച്ചുഗലിൻ്റെ ആൾ ഹെൻറി ആയിരുന്നെങ്കിൽ ഇവിടെ 2 ആൾക്കാരാണ്, ഫെർഡിനൻഡ് ആൻഡ് ഇസബെല്ല. അവരാണ് രാജാവും രാജ്ഞിയും. അപ്പോൾ ഇവരെന്താ ചെയ്തത് വെച്ചാൽ ദേ കമ്മീഷൻ കൊളംബസ് എന്ന് പറയുന്ന ഒരു നാവിഗേറ്റർ, ഒരു സെയിലർ എന്നൊക്കെ പറയാണ്, ടു ഡിസ്കവർ ന്യൂ ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഈ കൊളംബസ് എന്ന് പറയുന്നത് ശരിക്കും ഈ വാസ് ജനോവ ബോൺ പേഴ്സൺ, ഇറ്റാലിയൻ ആണ്. പക്ഷേ ഇവരാണ് അവരെ സ്പാനിഷ് രാജാവാണ് കമ്മീഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ കൊളംബസ് വാസ് റെഡി ടു എക്സ്പ്ലോർ. അപ്പോൾ ആ സമയത്ത് കൊളംബസിന് സഹായം ചെയ്തിട്ടുള്ളത് 2 പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ദോസ് ഹു മെയ്ഡ് മാപ്സ്, ടോസ്കനലി ആൻഡ് ബെഹെയിം. ദേ മെയ്ഡ് മാപ്പ് കാർട്ടോഗ്രഫി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കൊളംബസ് ഇൻഫാക്ട് ഹാഡ് ദിസ് നോഷൻ ഇസ് മൈൻഡ് ദാറ്റ് എർത്ത് വാസ് റൗണ്ട് ആൻഡ് ഹി ഷുഡ് ബി ഏബിൾ ടു ഈ ഭാഗത്ത് പോയാൽ ചുറ്റിട്ട് മറ്റവിടെ തന്നെ എത്താൻ പറ്റണം എന്നുള്ള തിയറി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ he wanted to prove that theory before the people. That kind of a temper which we had, I think we had discussed that point in one of the earlier classes. So you could see Columbus making the move, and അദ്ദേഹം October 12, 1492 he reached the new world. വിചാരിക്കുന്നത് ഇന്ത്യസ് എന്നാണ്, ആ കഥയൊക്കെ നമുക്കറിയാം. പക്ഷെ എനിവേ he landed in the new world, പിന്നീട് അമേരിക്ക എന്ന് പറയുന്ന പ്രദേശം. ഓക്കെ, ഡേറ്റ് ഓർക്കുക, October 12, 1492. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ ലാൻഡ്ഫോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സീ വഴി വന്നിട്ട് അവരെ കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കോൺക്വസ്റ്റ് നടത്തി അവരെ കൺട്രോളിലൊക്കെ, അല്ലെങ്കിൽ പോയി കാണുക, പുതിയ പ്രദേശത്തിലേക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നതിന് അവരെ ലാൻഡ്ഫോൾ. ബഹാമ, ക്യൂബ, സെൻറ്റോ ഡൊമിനിക്കോ ഒക്കെ ഓർക്കുക. അപ്പോൾ പിന്നെ 2ാമത്തെ വോയേജ് കൊളംബസ് നടത്തുന്നത് 1493 അത് ഹി എക്സ്പ്ലോർഡ് മോർ പ്ലേസസ് ഇൻ ദ കരീബിയൻ. ഇത്രയും ആയപ്പോഴേക്കും സ്പാനിഷ് സാമ്രാജ്യം കുറച്ച് ശക്തി പ്രാപിച്ചു. ഇതിനുശേഷം 3ാമത്തെ വോയേജ് എന്ന് പറയുന്നത് റിവർ ഓറിനോക്കോ. ഓക്കെ, ഈ ഒരു 3ാമത്തെ വോയേജിന്റെ സമയത്ത് ഇൻഫാക്ട് ഹി വാസ് മെയ്ഡ് എ പ്രിസണർ ബൈ ദ പീപ്പിൾ ഓഫ് ഇൻഡിജിനസ് പീപ്പിൾ. അതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 4ാമത്തെ വോയേജ് പിന്നെയും വരുന്നത് 1502, 1504 ഹോണ്ടുറസ്. അപ്പോൾ ഇതിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം നിങ്ങളത് പറയാനുള്ളത്, നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ക്യാപ്റ്റീവ് ആക്കിയാൽ ജയിൽപ്പുള്ളിയെ പിടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ വി വുഡന്റ് ഇൻഫാക്ട് ടേക്ക് എ റിസ്ക്. സി കൊളംബസ്, നമ്മൾ എന്തുകൊണ്ടാണ് എന്നും കൊളംബസിനെ ഓർക്കുന്നത്? ബിക്കോസ് ഓഫ് ഹിസ് ബോൾഡ്നെസ്, because of the risk that he had taken. 4ാമതും he was ready to take the risk. അത് റിസ്കുകൾ എടുക്കുന്നവർക്ക് എപ്പോഴും ചെയ്യാൻ അത്രയും കാലങ്ങൾ 500 years have gone by, still we remember Columbus. അപ്പം എപ്പോഴും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾക്കും ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി we would be able to do something creative. And also the amount of risk that he had taken makes Columbus a memorable figure. That's where we are discussing him even now. Okay. ഇനി പാവമാണ് കൊളംബസ്, കാരണം അദ്ദേഹമാണ് കണ്ടുപിടിച്ചതെങ്കിലും പേര് അമേരിക്ക കിട്ടുന്നത് വേറൊരു ട്രാവലിൻ്റെ പേരാണ്. again in Italian, who was in Spanish service. അദ്ദേഹത്തിൻ്റെ പേര് അമേരിഗോ വെസ്പുസി ആണ്. അദ്ദേഹത്തിൻ്റെ അമേരിഗോ എന്നതിൽ നിന്നാണ്
അമേരിക്കക്ക് ന്യൂ വേൾഡ് came to be known as America. He was much more explicit in his writings. അപ്പം ആൾക്കാർക്ക് ഒരു ധാരണ വന്നു കൊളംബസ് had not written that well his discoveries. പക്ഷേ അമേരിക്കോ വെസ്പുസി made it clear in his writing. ഞാനാണ്. So generally that impression was created that he was the founder of the New World, and then we could see how the New World got named as America. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം. പിന്നെയുള്ള ആളെന്ന് പറയുന്നത് അടുത്തൊരാള് സ്പാനിയാർഡ്സിനെ നോക്കുകയാണെങ്കിൽ 1513 യു ഹാവ് ബാൽബോവ ഡിസ്കവറിംഗ് ദ ഇസ്തമസ് ഓഫ് പനാമ. പിന്നെ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് പേഴ്സൺ, അല്ലെങ്കിൽ ആ പേഴ്സൺ എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം വധിക്കപ്പെടുകയാണ്. ഹിസ് ഗ്രൂപ്പ് ഹാഡ് സർക്കം നാവിഗേറ്റഡ് ദ ഹോൾ വേൾഡ്. ആദ്യമായിട്ടും ഭൂമി മുഴുവൻ ചുറ്റിയത് 3 കൊല്ലാണ് എടുക്കുന്നത്. 1519 മെഗലൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, he was again a Portuguese, പക്ഷേ ഇൻ സ്പാനിഷ് സർവീസ് കേട്ടോ, സ്പെയിനാണ് സ്പോൺസർ ചെയ്യുന്നത്. എന്നിട്ട് 3 കൊല്ലത്തെ വോയേജ് എടുക്കുകയാണ്. പല ഭാഗങ്ങളും ചുറ്റി അദ്ദേഹം ഫിലിപ്പീൻസിലെത്തുന്നു. ഫിലിപ്പീൻസിൽ അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, ഇൻഹാബിറ്റൻസ്, അവരുടെ കയ്യാൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷിപ്പിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സ് പിന്നെ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. they reached Spain back, though Magellan was killed by Filipinos. അത് ഈ ഒരു ഗ്രൂപ്പ് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ we in fact give the credit to Magellan for in fact circumnavigating the world the first time. Magellan ആണ് ആദ്യമായിട്ട് ചുറ്റിയെന്നുള്ള ക്രെഡിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഇപ്പം ഇത് ട്രേഡേഴ്സ് ആണ്. ഇനി വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സ്പെയിനിലുള്ള ഗ്രൂപ്പിൽ തന്നെ സ്പാനിയാർഡ്സിൽ വി ഹാവ് ഡിസ്കസ് നൗ അബൌട്ട് ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്, കണ്ടുപിടിച്ച ആൾക്കാർ. പക്ഷെ വേറൊരു സെറ്റ് ഉണ്ടായിരുന്നു. ദേ വർ നോൺ ആസ് എ കോൺക്വിസ്റ്റഡോസ്. As far as colonization was concerned, their names you have to remember. വളരെ മോശമായ ഇമേജ് ആണ് ഉള്ളത് ഇവരെ പറ്റിയിട്ടൊക്കെ തന്നെയും. കോൺക്വിസ്റ്റഡോസ് എന്ന് പറയുമ്പോൾ കോൺക്വസ്റ്റ് നടത്തിയിട്ട് കീഴ്പ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. They were in fact their names are remembered for their brutality, cruelty and harshness. എത്രത്തോളം ആ നാട്ടിലെ ജനങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ളത് ഇവരുടെ പേരുകളിൽ കൂടെ നമുക്ക് മനസ്സിലാവും. അവർ ചെയ്തതെന്ന് ദേ വർ എക്സ്പ്ലോറേഴ്സ്, സോൾജിയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഓക്കെ, അതിൽ പ്രധാനി എന്ന് പറയുന്നത് ഹെർണാൻഡോ കോർട്ടസ്. അദ്ദേഹമാണ് മെക്സിക്കോയിലെത്തുന്നതും. ഹി ഡിസ്ട്രോയിഡ് ദ അസ്ടെക് എംപയർ. അസ്ടെക് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി പഴയ കാല സിവിലൈസേഷൻ ആണ്. അതിനെ തകർന്ന് തരിപ്പണാക്കി കൊടുക്കുന്ന ആളാണ് ഹെർണാൻഡോ കോർട്ടസ്, 1519. ഇനി വേറെ അതേപോലെ ഒരു ദുഷ്ടനാണ് ഫ്രാൻസിസ്കോ പിസാറോ. ഇൻക, വളരെയധികം പ്രൗഢിയുള്ള സിവിലൈസേഷൻ, ഒരുപക്ഷെ വെസ്റ്റിനെക്കാളൊക്കെ എത്രയോ പ്രൗഢിയുള്ള അത് നശിപ്പിക്കുന്നതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ദേ നോൺ ആസ് എ കോൺക്വിസ്റ്റഡോസ്. പെറു ആണ് അദ്ദേഹം നശിപ്പിച്ചില്ലാണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട് മിസ് ഇവിടെ. ക്വിസഡോ, ഉറുഗ്വായ്, ചിലി, ഗോട്ടമല, ഇതൊക്കെ ഇവർ ഈ ഒരു കീഴ്പ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ ഡിസ്ട്രോയിഡ് ദ ഇൻഡിജിനസ് കൾച്ചർ ദേ ഡിസിൻറ്റഗ്രേറ്റഡ് ദ എംപയേഴ്സ് ദർ. ദേ ഓൾമോസ്റ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആക്കി എന്നുള്ളതാണ്. ഓക്കെ, അത്ര. അപ്പോൾ ഈ ഒരു ഇവരൊക്കെ സ്പെയിനിൽ നിന്നാണ് വരുന്നത്. അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയ ലാറ്റിൻ ഇവിടെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഈ സൗത്ത് അമേരിക്കയിൽ ഈ പ്രദേശത്തിന് ലാറ്റിൻ അമേരിക്ക എന്ന് പേര് വരാൻ കാരണം. Okay, ഇനിയിപ്പോൾ ഇവരെന്തൊക്കെയാണ്, what kind of administration did they follow? You can see that they mainly sought to be that European languages and culture was promoted. മെയിനായിട്ട് ലാറ്റിനും രീതികളൊക്കെയാണ്. പിന്നെ administration was centralized. ഓക്കെ, വൈസ്രോയ് എന്ന് പറയുന്ന സിസ്റ്റം ഇവർ എടുത്തിട്ടുണ്ട്, വിച്ച് ബ്രിട്ടീഷ് ഓൾസോ ഫോളോഡ് ഇൻ ഇന്ത്യ. നമുക്കറിയാം വൈസ്രോയ്സ് എന്ന പേര് നമുക്ക് പുതുതൊന്നുമല്ല. ആൻഡ് ഓൾസോ അഡ്വൈസറി കൗൺസിൽസ് വേർ ദേ ആർ നോൺ ആസ് ഒഡൻസിയാസ്. അതിലൊക്കെ മെയിനായിട്ടും സ്പാനിയാർഡ്സ് തന്നെ ഉണ്ടായിരുന്നത്. ഒഡൻസിയാസ് ഡിഡ് നോട്ട് ഗിവ് എ സ്പേസ് ടു ദ ലോക്കൽ പീപ്പിൾ. അപ്പോൾ അത് ഒരു കൗൺസിലായിട്ട് നിന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 സെറ്റ് ഓഫ് പീപ്പിളാണ്. യു ക്യാൻ ഫൈൻഡ് 3 ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻ സ്പാനിഷ് സൊസൈറ്റി അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സൊസൈറ്റി. അതിൽ ഒരു ഹയസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അമേരിക്കൻസ് ആണ്. അമേരിക്കൻ അച്ഛനും അമ്മയും ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുട്ടികൾ, ദേ വർ നോൺ ആസ് എ ക്രിയോൾസ്. അവർക്കാണ് ഏറ്റവും പ്രിവിലേജസ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മെസ്റ്റിസോസ് ആണ്. മെസ്റ്റിസോസ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ബ്ലഡ്. അതായത് അച്ഛൻ ഒരുപക്ഷെ അമേരിക്കനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒരാൾ നാട്ടുകാരനായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാരിയായിരിക്കും. അപ്പോൾ മിക്സ്ഡ് ബ്ലഡ് ആണ് മെസ്റ്റിസോസ്. അവർക്ക് വലിയ മറ്റവരുടെ അത്രയും മെച്ചപ്പെട്ട സ്ഥിതിയൊന്നുമല്ല. ഇനി ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്നത് നേറ്റീവ്സ്, ഇൻഡിജിനസ് ഇൻഹാബിറ്റൻസ്. they were considered as barbarians. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ they were not able to cope up with the new kind of life.
അവർ പണിയെടുപ്പിച്ചപ്പോൾ അവർക്ക് അത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാതെ ഒരുപാട് അസുഖങ്ങൾ ഈ യൂറോപ്യൻസിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് പിടിക്കുകയുണ്ടായി. ഈ അസുഖങ്ങൾക്കെതിരെയൊന്നും ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ മരിച്ചൊടുങ്ങി. യു കെൻ സീ ദ ഷോർട്ടേജ് ഓഫ് ലേബർ. ഓക്കെ, നേറ്റീവ്സിനെ പണിപ്പിക്കാൻ നോക്കി, പക്ഷെ അവർ കുറേ പേര് മരിക്കുന്നു. കാരണം they did not have immunity against diseases which the Europeans brought. And you could see the shortage of labor. ഇതാണ് എന്തിന് കാരണമാകുന്നത്? To bring the blacks from Africa who were much more sturdier, stronger, who could work in the mines. അവരെ ഇങ്ങനെ വലിയ വലിയ ഷിപ്പിൽ പിന്നീട് കൊണ്ടുവരാൻ കാരണം ഇതാണ്. കാരണം ഷോർട്ടേജ് ഓഫ് ലേബർ. So this in fact begins, here you can see the beginning of slavery. നമുക്ക് ഇവിടെ നിന്നാണ് അത് ശരിക്കും തുടങ്ങുന്നത്. സ്ലേവറി എന്ന് പറഞ്ഞാൽ ഹൗ ദ ബ്ലാക്സ് ഫ്രം ആഫ്രിക്ക ഗോട്ട് എൻസ്ലേവ്ഡ്. ഓക്കെ, അപ്പം ഈ പ്രധാനമായിട്ട് കോൺക്വിസ്റ്റഡേഴ്സ് ഇൻ ലാറ്റിൻ അമേരിക്ക ദേ വർ ഇൻട്രസ്റ്റഡ് ഇൻ എക്സ്പ്ലോയിറ്റിംഗ് വെൽത്ത്. ഓക്കെ, അപ്പം അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അതായത് ഈ അമേരിക്കയിലൊക്കെ, സൗത്ത് അമേരിക്കയിലൊക്കെ there were mines which they called as El Dorado, land of gold. അപ്പോൾ ഇത്ര ഒരു ഖനികളുണ്ട്, അത് തേടി പോകാന്നുള്ളൊരു താല്പര്യം. അങ്ങനെ അവരത് കണ്ടത് പ്ലെന്റി ടു ഇൻ മെക്സിക്കോ, പെറു ഒക്കെ. അപ്പോൾ അവിടെ ഈ നാട്ടിലെ ആൾക്കാരെ കൊണ്ടും ബ്ലാക്സിനെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ച് അവരുടെ എന്താ പറയുക, ആ കിട്ടുന്ന സ്വർണം അത് നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോവാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ക്രൗൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജാവിനും രാജ്ഞിക്കും 1/5 ഓഫ് ദ ഗോൾഡ് വാസ് ഗിവൺ ടു ദം. ബാക്കിയൊക്കെ ട്രേഡേഴ്സ് വെക്കുക. പിന്നെ ടൊബാക്കോ, ഷുഗർ, ചോക്ലേറ്റ്, കോട്ടൺ, ഹൈഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ തേനീച്ചക്കൂടാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കൊണ്ടുപോകാൻ തുടങ്ങിയെന്നുള്ളതാണ്. ഓക്കെ, ഇത്തരം ഒരു സ്ഥിതിവിശേഷം ആയപ്പോഴേക്കും the natives fell to the bottom of the system. And as I told you, they were not ready. They were not able to, in fact, cope up with the lifestyle, new lifestyle. They were also not immune to the kind of illness which the Europeans brought. So you could see how they died in large numbers. പുതിയൊരു സിസ്റ്റം കൂടെ വരികയാണ്, എൻകൊമിൻഡ. Encomienda, ENCOMIENDA. That was a semi-manorial system. രാജാവ്, ലോർഡും അടിമയും എന്നുള്ളൊരവസ്ഥ, വിച്ച് വാസ് ബേസ്ഡ് ഓൺ ഫോഴ്സ് ലേബർ. നിർബന്ധിച്ച് പണിയെടുപ്പിക്കുകയാണ് പറയുക, ഫോഴ്സ് ലേബർ. അപ്പം ഇവരുടെ ഒരു സ്പാനിഷ് കോൺക്വെസ്റ്റേഴ്സ്, അവരുടെ ഹാർഷ്നെസ്, ബ്രൂട്ടാലിറ്റി ന്യൂ നോ ബൗണ്ട്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 1542 എന്തായാലും എൻസ്ലേവ്മെന്റ് ഓഫ് ദ നേറ്റീവ്സ് ഗോട്ട് സ്റ്റോപ്പ്, ബിക്കോസ് കാരണം കുറേ പേര് മരിച്ചു കൊണ്ട് തന്നെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിലും രക്ഷകന്മാരായിട്ട് ചിലരുണ്ടായിരുന്നു. വെറുതെ ഒരു പേര് കണ്ടത് കൊണ്ട് ഞാൻ അത് ആ ഒരു മറ്റേ സൈഡും പറയണമല്ലോ, അന്ന് എപ്പോഴും കൂരന്മാർ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ചില ആൾക്കാരുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ബർത്തലോമിയോ ഡി ലാസ് കാസാസ് എന്നാണ്. ഹി വാസ് എ സ്പാനിഷ് മിഷണറി, ബട്ട് ഹി വാസ് എ ഫസ്റ്റ് ഇൻ ഫാക്ട് ഹു എക്സ്പോസ് ടു ദ വേൾഡ് ദ ഒപ്രഷൻ ദാറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ ഇൻഡിജിനസ് പീപ്പിൾ. നാട്ടുകാർ, ലോക്കൽ പീപ്പിൾ, ദേ ലവ്ഡ് ഹിം സോ മച്ച് in these colonies that he was known as the father of the Indians. അപ്പോൾ അദ്ദേഹം ഒരു പ്രധാനിയാണ് എന്നുള്ളതാണ്. ഇനി ഇതൊക്കെയാണ് റിഗാർഡിങ് ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് കോൺക്വസ്റ്റ്. അപ്പോൾ ഇത്രയും ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറയാണ്. ഇനിയിപ്പം ഈ ഒരു എന്തുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്ത വെച്ചാൽ ലെങ്ത് ആയി പോകും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദി അതർ പ്ലെയേഴ്സ് who very soon joined Spain and Portugal, because it was in fact a scramble for colonies. Spain, Portugal became very powerful. Monarchies became very strong. So England and France, Dutch, they realized that they could not be lagging behind. They had to do something immediately. And you could see they too formed companies, trading companies. They too joined the rat race for colonies. So in part 2, tomorrow, I'll be coming back with the rest of the conquests made by France and Britain mainly. Okay, so bye bye.